മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വചനഭാഗത്തു നിന്നാണ് ഇന്നത്തെ സുവിശേഷ സന്ദേശം നിങ്ങളോട് ഞാൻ പറയുന്നത്. 1 മുതൽ 14 വരെയുള്ള വാക്യഭാഗത്തു നിന്നാണ്. സമയത്തിൻ്റെ ലാഭത്തിനു വേണ്ടി പ്രാരംഭമായി അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ ദയവായി വായിച്ച് സഹായിച്ചാലും. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്ക് വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നു, എൻ്റെ കാളകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന ദൂത്, ആ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ടതിന് അതിനൊരു ടൈറ്റിൽ, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവിൻ. ആ ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് തുടർന്നുള്ള സമയങ്ങളിൽ ഞാൻ നിങ്ങളോട് ഈ സന്ദേശം പറയുന്നത്. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവിൻ. യേശു നമ്മിൽ ഒരുവനെ പോലെ നമുക്ക് തുല്യനായി ഈ ലോകത്തിൽ ജീവിച്ചത് 33.5 വർഷമാണ്, അല്ലെങ്കിൽ 402 മാസങ്ങളാണ്. ദിവസക്കണക്കിൽ പറഞ്ഞാൽ 12,060 ദിവസങ്ങളാണ്. നമ്മിൽ ഒരുവനെ പോലെ ഒരു സമ്പൂർണ്ണ മനുഷ്യനായി മനുഷ്യൻ്റെ സകല സുഖദുഃഖങ്ങളും അനുഭവിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ കർത്താവ് ജീവിച്ചത്. എന്നാൽ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവ് 3.5 വർഷമാണ്, അല്ലെങ്കിൽ 42 മാസങ്ങളാണ്, അല്ലെങ്കിൽ 1260 ദിവസങ്ങളാണ് കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്തത്. ഈ കാലയളവിൽ യേശു പറഞ്ഞതായി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം 39 ഉപമകളും 36 അത്ഭുതങ്ങളുമാണ് യേശു പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യത്തിൻ പ്രകാരം യേശു പറഞ്ഞതും ചെയ്തതുമായ പ്രവൃത്തികൾ അതിനേക്കാൾ അനവധിയുണ്ട്, എന്നാൽ ഇത്രത്തോളം മാത്രം രേഖപ്പെടുത്തി എന്ന് നമുക്ക് ഗ്രഹിക്കാം. യേശുവിൻ്റെ ഉപമകളിലേക്ക് നാം നോക്കുമ്പോൾ വിത്ത് വിതയ്ക്കുന്നത്, കല്യാണ വിരുന്ന് ഒരുക്കുന്നത്, നല്ല മുത്ത് അന്വേഷിക്കുന്നത്, പുളിച്ച മാവ്, ഫലമില്ലാത്ത അത്തി, വീട് വിട്ടിറങ്ങി പോകുന്ന മനുഷ്യൻ, വഴിയിൽ നഷ്ടപ്പെട്ടു പോയ ആട്, ഒരു നല്ല ശമര്യക്കാരൻ, കാത്തിരുന്ന 10 കന്യകമാർ, കടുകും മണി, പുളിച്ച മാവ്, ഇങ്ങനെ വ്യത്യസ്തമായി യേശു പറഞ്ഞ ഉപമകൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപമകൾ വ്യത്യസ്തമാണെങ്കിലും ഉപമകളുടെ സന്ദേശം ഒന്നാണ്. ഒറ്റ തീം മാത്രമേ യേശുവിൻ്റെ ഉപമയ്ക്കുള്ളൂ. ആ തീം ദൈവരാജ്യമാണ്. ദൈവരാജ്യം കടുകുമണിയോട് സദൃശ്യം. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ കാത്തിരുന്ന 10 കന്യകമാരോട് സദൃശ്യം. ഉപമകൾ എടുത്തു നോക്കൂ. യേശു പറഞ്ഞതിന് ഒറ്റ തീമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ രാജ്യമാണ്. എന്നാൽ ഓരോ ഉപമയ്ക്കും ഓരോ മാർമിക അർത്ഥ തലങ്ങളുണ്ട്. അത് വ്യത്യസ്തങ്ങളാണ്. അത് ആത്മാവ് നമുക്ക് ഗ്രഹിപ്പിച്ചു തന്നാൽ നമുക്ക് ഗ്രഹിപ്പാനായിട്ട് സാധിക്കും. ഉപമകൾക്ക് 3 ഭാഗങ്ങളുണ്ട്. 1 പശ്ചാത്തലമാണ്, 2 ധർമ്മശാസ്ത്രമാണ്, 3 ദൈവശാസ്ത്രമാണ്. യേശുവിൻ്റെ ഓരോ ഉപമയിലും ഈ 3 കാര്യങ്ങൾ ഉണ്ട്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകാൻ ഏറെക്കുറെ പത്രം വായിക്കുന്നവർക്ക്
മനസ്സിലാകും. നമ്മുടെ മനോരമ വായിച്ചാൽ അതിനകത്തൊരു കുഞ്ചുക്കുറിപ്പുണ്ട്. അത് വരയ്ക്കുന്നതും എഴുതുന്നതും അപ്പോഴപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് വരയ്ക്കുന്നതാണത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ അപ്പോഴപ്പോഴുള്ള രാഷ്ട്രീയ പശ്ചാത്തലം അറിയുന്നവർക്ക് അത് നന്നായി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ ഉപമയ്ക്കകത്ത് ഒരു വലിയ ധർമ്മശാസ്ത്രം എല്ലാ ഉപമയ്ക്കകത്തും ഉണ്ട്. മനുഷ്യൻ്റെ മനോഭാവത്തിനു നേരെ ഒരു ചോദ്യം യേശുവിൻ്റെ എല്ലാ ഉപമയ്ക്കകത്തുമുണ്ട്. 99 നല്ല ആടുകളെ വിട്ടിട്ട് വഴി തെറ്റിപ്പോയ ഒരനുസരണം കെട്ട് ആടിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ? മനുഷ്യൻ്റെ മനസാക്ഷിക്ക് നേരെ കർത്താവിൻ്റെ ഒരു ചോദ്യമാണത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ പണം കൊണ്ട് എനിക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റില്ലേ? അതിനകത്ത് ആർക്കാണ് ഒബ്ജക്ഷൻ? അതിനകത്ത് എന്താണ് തെറ്റ്? എൻ്റെ പണം, എൻ്റെ പട്ട്, എൻ്റെ ധൂമ്രവസ്ത്രം ആർക്കാണ് നഷ്ടം? മനുഷ്യന്റെ മനസാക്ഷിക്ക് നേരെ ദൈവകോടതിയുടെ ചോദ്യം ഉപമയ്ക്കകത്തുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് നന്ന്. തിരക്കേറിയ എൻ്റെ ജീവിതത്തിൽ amid of my very busy schedule, എൻ്റെ തിരക്കേറിയ യാത്രയിൽ ഞാൻ പോകുമ്പോൾ അപരിചിതനായ ഒരു മനുഷ്യൻ വണ്ടി ഇടിച്ചോ, കള്ളൻ ആക്രമിച്ചോ, പേപ്പട്ടി കടിച്ചോ ഒരുവൻ വഴിയിൽ കിടക്കുന്നു. എനിക്ക് തിരക്കുള്ളത് കൊണ്ട് മാത്രം സഹായിക്കാൻ കഴിയാതെ, തിരിഞ്ഞു നോക്കാൻ കഴിയാതെ ഞാൻ പോയാൽ അത് ഞാനൊരു ലേവ്യനോ പുരോഹിതനാണ് എന്നുള്ള ലേബൽ എൻ്റെ മേലുള്ളത് കൊണ്ട് അതൊരു മഹാകുറ്റമാകുമോ? എനിക്ക് ബിസി ലൈഫുണ്ട്. യേശുവിൻ്റെ ഉപമ നമ്മൾ വായിക്കുമ്പോൾ നാം കാണേണ്ടത് കാണണം, ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കണം. വഴിമാറി ഗ്രഹിച്ചിട്ട് കാര്യമില്ല. എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ മുമ്പിൽ പറയാൻ എണ്ണമറ്റ ന്യായങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ന്യായ ധർമ്മത്തിന് മുമ്പിൽ, ദൈവത്തിൻ്റെ നീതിശാസ്ത്രത്തിന് മുമ്പിൽ നമ്മളുടെ നീതിശാസ്ത്രമൊന്നും നിലനിൽക്കത്തില്ല. ഇന്നു രാത്രി തിരുത്തേണ്ടത് തിരുത്താൻ മനസ്സുവെച്ചാൽ ദൈവം മുൻപാകെ ഒരു ദിവസം ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അന്ന് നേരോടെ നിൽക്കുവാൻ കഴിയും. അല്ല, അവനവന്റെ ന്യായം മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ സകല ന്യായവും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന ഒരു ദിവസമുണ്ടെന്ന് ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഉപമയിലെ 3-ാം ഭാഗം ദൈവശാസ്ത്രമാകട്ടോ. ദൈവശാസ്ത്രം, യേശുവിൻ്റെ ഉപമയിലെ എല്ലാ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഒന്നാണ്, അത് ദൈവരാജ്യമാണ്. അതാണ് എൻ്റെ കോർ മെസ്സേജ്. പുളിച്ച മാവായാലും കാത്തിരുന്ന പത്തകന്യകയായാലും ഈവൻ കടുകുമണിയാണെങ്കിലും ഒരാളെ കർത്താവ് കാണിച്ചു കൊടുക്കുന്നത് ദൈവരാജ്യമാണ്. വചന കേൾവിയിൽ സംഭവിക്കേണ്ടത് അതാണ്. അതുകൊണ്ട് മുത്തുപറക്കിയും സദ്യ കഴിച്ചും മാവിൻ്റെ പുളി നോക്കിയും മീൻ്റെ വില അന്വേഷിച്ചും ആ വീട് വിട്ടുപോയ ചെറുക്കനെ കുറ്റം പറഞ്ഞും കുരുകിക്കിടക്കുന്ന ആടിനെ കുറിച്ച് സഹതപിച്ചും അങ്ങ് പോകാതെ ദൈവവചനത്തിൻ്റെ കേൾവിയിൽ ദൈവരാജ്യത്തിൻ്റെ ദർശനം പ്രാപിക്കണം. ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നതാണ് ദൈവവചനത്തിൻ്റെ പ്രഘോഷണം.
ഇന്നു രാത്രിയിലും ദൈവരാജ്യത്തിലേക്ക് സമർത്ഥമായി പ്രവേശനം ദൈവം ഈ ദേശത്തിന്റെ നടുവിലും നമുക്കായി തുറന്നു തരുന്നു. ഇത് രാത്രി സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആത്മനിറവോടുന്ന ദൈവത്തെ സ്തുതിക്കാമോ? ഇന്ന് രാത്രിയിലും ഈ ദേശത്ത് ദൈവരാജ്യ പ്രവേശനത്തിനായി ഈ ദേശത്ത് അവൻ വാതിൽ തുറന്നിരിക്കുന്നുവെന്നും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ അതിലേക്ക് പ്രവേശിപ്പിക്കാൻ വ്യാപരിക്കുന്ന കൃപയുടെ മഹത്വം ഈ ദേശത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഈ ദൈവരാജ്യ പ്രഘോഷണം ആത്മമണ്ഡലത്തിലെ ഒരു യുദ്ധം കൂടെ ആകട്ടോ. നിങ്ങളും ഉണ്ടായിരുന്നാലും കൃപയാൽ പ്രസംഗിക്കാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഞങ്ങൾ സോ കോൾഡ് പ്രീച്ചേഴ്സ് അല്ല. ഫോർ മീ ഐ ആം ജസ്റ്റ് ലൈക്ക് എ വോയിസ് ഇൻ ദ വിൽഡർനെസ്, ജസ്റ്റ് ലൈക്ക് എ ഫോറണ്ണർ ആൻഡ് എൻകറേജിങ് അതേഴ്സ് to prepare themselves for the second coming. That's all. ഞാൻ ഈ മലപ്പുറം ജില്ലയിലാണ് താമസിക്കുന്നത്. ഞങ്ങളവിടെ ഈ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം പറഞ്ഞും പ്രസംഗിച്ചും ശീലിച്ചവരാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു വെക്കുമ്പോൾ ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ട് അകത്ത് കയറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. വചനത്തിൻ്റെ ശക്തി ദേശത്തിൻ്റെ കെട്ടുകളെ അഴിക്കും, അടഞ്ഞ വാതിലുകളെ തുറക്കും. അതൊക്കെ ജീവിത അനുഭവത്തിൽ കണ്ടും കേട്ടും അനുഭവിച്ചു വരുന്ന യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് രാത്രി ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാം. ഒരു വ്യക്തി പോലും ഇവിടെ മുഴങ്ങുന്ന വചനം ഇതിൻ്റെ പുറത്ത് കേട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വിളിച്ചു പറയുന്ന വചനത്തിൻ്റെ ശക്തി കുറഞ്ഞു പോകത്തില്ല. അത് ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ ചലിച്ചുകൊണ്ട് ആത്മാക്കളെ വിട്ടുതരികയില്ലെന്ന് പോരാടുന്ന ബന്ധനങ്ങളുടെ ശക്തികളെ തകർത്തുകൊണ്ട് ആത്മാക്കളെ പുറത്തു കൊണ്ടുവരാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, യേശു മടങ്ങി വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണെങ്കിൽ, കർത്താവിന്റെ കാഹളം മുഴങ്ങുമ്പോൾ ഈ ദേശത്തും നിങ്ങൾ മാത്രമല്ല ഇവിടെ നിന്ന് ആരൊക്കെ ആയാറിലേക്ക് തേജസ്സിന്റെ ധാരികളായി പറക്കണമെന്ന് ദൈവം പദ്ധതി ഒരുക്കിയിട്ടുണ്ടോ അവസാനത്തെ വ്യക്തി വരെ രക്ഷിക്കപ്പെട്ടിരിക്കും. ആരെല്ലാം തടഞ്ഞാലും എവിടെല്ലാം പ്രതികൂലം ഉണ്ടായാലും സ്നാനം നടക്കും, ജീവിതം പുറത്തു വരും. അന്യഭാഷയിൽ ആരാധിക്കുന്നവർ ദേശത്ത് എഴുന്നേൽക്കും. എന്താ നിങ്ങൾക്കൊരു വിശ്വാസമില്ലാത്ത? നിങ്ങൾ എന്താ ഈ വിശ്വാസമില്ലാത്ത? എന്തെങ്കിലും 4 പുത്തൻ്റെ മഹിമ പറഞ്ഞുകൊണ്ടൊക്കെ ഈ മസിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരെയൊന്നും നമ്മൾ വലിയ കാര്യമാക്കാറില്ല. നീ വെറുതെ ഒരു പുകത്തൂണ് പോലെ വെറുതെ ഇരിക്കാതെ ദൈവത്തിന് പ്രയോജനമുള്ളവനായി മാറിയാൽ, ഇന്ന് രാത്രി ദേശത്തെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഏതെല്ലാം നിലകളിൽ പിശാച് തടയാൻ ശ്രമിച്ചാലും പുറത്തു വരാൻ സമയമാകുമ്പോൾ ജീവിതങ്ങൾ പുറത്തു വന്നിരിക്കും. ഇതിനു വേണ്ടി മുടക്കുന്ന സമ്പത്ത് വൃഥാവല്ല. ഇതിലൂടെ ആരൊക്കെ വിടുവിക്കപ്പെടണമെന്ന് എൻ്റെ ദൈവം പദ്ധതി ഒരുക്കിയോ അവർ പുറത്തു വന്നിരിക്കും. പാട്ടു വെറുതെയല്ല, കൈയടി വെറുതെയല്ല. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ദൈവരാജ്യത്തിന്റെ ഒരു യുദ്ധം സ്വർഗം അഴിച്ചുവിടുകയോ. ചൂടൽ മന ശംഭന റിഖമ ഷൗഡാരക. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കുന്നത് കല്യാണ സത്യമാണെങ്കിലും ആത്മാവ് നമ്മെ നയിക്കുന്ന പുളിച്ച രസത്തിലേക്കും മോരിലേക്കുമല്ല, ദൈവരാജ്യത്തിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. സത്യയോടുന്ന ദൈവത്തെ സ്തുതിച്ച്. യേശുവിൻ്റെ ഉപമകൾ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഉപമകൾ
എല്ലാം എഴുതിയിരിക്കുന്നത് വർത്തമാനകാല പ്രയോഗത്തിലാണ്. മനസ്സിലായോ? വർത്തമാനകാല പ്രയോഗത്തിലാണ്. ദൈവം ഇന്ന് രാത്രി അന്വേഷിക്കുന്നത് നിങ്ങളുടെ വർത്തമാനകാലമാണ്. ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. ഇന്നാകുന്നു, ഇന്ന് നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വന്നാൽ നിങ്ങളുടെ നിത്യത എവിടെ ചെലവഴിക്കും? ഇന്നാകുന്നു കർത്താവിൻ്റെ വരവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്നലകളിലെ പാരമ്പര്യമല്ല കർത്താവ് അന്വേഷിക്കുന്നത്, ഇന്നത്തെ നിന്റെ ദൈവമായുള്ള ബന്ധമാണ്. ഇന്നലെ എന്തുവാകട്ടെ, ഇന്ന് ദൈവമായുള്ള ബന്ധം, അതാ ദൈവം അന്വേഷിക്കുന്നത്. നിങ്ങളത് വായിച്ചേ, ഒന്ന് നോക്കിയേ. വിതയ്ക്കുവാൻ പുറപ്പെടുന്ന വിതകാരൻ, നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരി. കണ്ടോ, എവറിഥിങ് ഈസ് റിട്ടൺ ഇൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. തുടർമാന വർത്തമാന കാലത്തിലാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. എല്ലാ മീനും പിടിക്കുന്ന വല, മുട്ടിപ്പായി അപേക്ഷിക്കുന്ന വിധവ, മുട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹിതൻ, ഒരു വർത്തമാനകാല ജീവിതം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഒരു വർത്തമാനകാല ജീവിതം. നിങ്ങൾ ആരുമാകട്ടെ, ഏത് പശ്ചാത്തലത്തിലുള്ളവരാകട്ടെ, ഇന്ന് ഈ ലോകം വിട്ടുപോകേണ്ടി വന്നാൽ, ഇന്ന് ഈ ലോകം വിട്ടുപോകേണ്ടി വന്നാൽ നമ്മുടെ സ്ഥിതി എന്താകും? ചിലർ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര മിടുക്കനാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? എൻ്റെ മറുപടി, നിങ്ങളെന്നെ കാണുന്നില്ല. നിങ്ങളെന്നെ കാണുന്നത് എൻ്റെ ഉടുപ്പാണ്. എൻ്റെ ഉടുപ്പില്ലാത്ത ഭാഗത്തിൻ്റെ ശരീരമാണ്. അപ്പം ഞാനെന്ത് ചെയ്യേ? അതിന് ആ പുസ്തകം പറയുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് ഞാനെന്ത് ചെയ്യേ? ഇതിനകത്തിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? കാണുന്നത് ശരീരമാണ്. നാം യഥാർത്ഥ മനുഷ്യൻ അകത്തിരിക്കുകയാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിന് ശരീരം വിട്ടു കഴിയുമ്പോൾ ഒരു ന്യായവിധിയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഓരോരുത്തരും ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിന് ശരീരം വിട്ടു കഴിയുമ്പോൾ ഒരു ന്യായവിധിയുണ്ട്. ഒന്ന് വായിക്കാവോ പാസ്റ്ററെ? 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. ആരെങ്കിലും 1-2 പേര്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിന് ശരീരത്തിൽ വിട്ടുകഴിയുമ്പോൾ ഒരു ന്യായവിധി. മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. എബ്രായർ 9:27 ഒന്ന് വായിക്കാവോ പാസ്റ്ററെ? എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തു മതി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവം നമ്മുടെ വർത്തമാനകാലം നോക്കുന്നു. ഇതാകുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രിയിലും രക്ഷയുടെ വാതിൽ
ഈ ദേശത്ത് തുറക്കുവാൻ ദൈവത്തിന് കൃപ തോന്നിയതിനാൽ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സകല ശക്തിയോടെ മഹത്വം അർപ്പിക്കാം. ഇവിടെ നാം വായിച്ച ഉപമയിൽ തൻ്റെ പുത്രന് വേണ്ടി വിവാഹ സദ്യ ഒരുക്കുന്ന ഒരു രാജാവിൻ്റെ ഉപമയാണ് നമ്മൾ വായിച്ചത്. അത് വായിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്. 22-ാം അധ്യായം 2-ാം വാക്യം, 22-ന്റെ 2. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. ഇവിടെ എന്താ പറയുന്നത്? സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച രാജാവിനോട് സദൃശ്യം. ഇവിടുത്തെ ക്ഷണം ദൈവ രാജ്യത്തിലേക്കാണ്. ദൈവരാജ്യത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അതാണ് 2-ാം വാക്യം നമ്മോട് പറയുന്നത്. ഈ ഉപമയുടെ സാരാംശം രക്ഷയുടെ സാർവത്രികതയാണ്. ദൈവമൊരുക്കിയ രക്ഷ സകലർക്കും വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു സന്ദേശമാണ് ഈ ഉപമയിൽ നാം കാണുന്നത്. ഇവിടെ അതിൽ നിന്നുകൊണ്ട് ഇവിടെ കാണുന്ന 4 ഒരുക്കങ്ങൾ ഞാൻ ഒന്ന് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൽ 4 പറയാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും പാവം ദാവീദ് ഇങ്ങനെ തോട് ഇറങ്ങി കയറി വരുമ്പോൾ 5 കല്ല് തോട്ടിന്ന് കിട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആകെ ഈ 5 കല്ലേ ഉള്ളൂ. അത് ഗോലിയാത്ത് വന്നാലും ഗോലിയാത്തിൻ്റെ സഹോദരൻ വന്നാലും അത് എറണാകുളമാണേലും കോഴിക്കോടാണേലും പ്രയോഗിക്കാൻ ആകെ 5 കല്ലേ ഉള്ളൂ. പിന്നെ എറിയാൻ വന്നപ്പോൾ 1 കല്ലെറിയാനേ സമയം കിട്ടിയുള്ളൂ. എങ്കിലും ഒരു സന്തോഷമെന്നുള്ളത് ഗോലിയാത്ത് വീണു. അതുകൊണ്ട് എനിക്കും ഈ തോട്ടിന്ന് കിട്ടിയ 4-5 കല്ലേ എൻ്റെ കയ്യിലുള്ളൂ. കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലായിടത്തും എറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 1 അങ്ങോട്ട് തരാം. ചെയ്യേണ്ടത് ദൈവം ചെയ്തോളും. ഗോലിയാത്തിനെ ദൈവം വീഴിക്കും. ജനത്തിന് ദൈവം രക്ഷ കൊടുക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആത്മനിറവോടെ ദൈവത്തെ സ്തുതിക്കാൻ മടിയില്ലെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രിയിൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു കൊയ്ത്ത് നടക്കുന്ന രാത്രിയായി തീരാൻ കൊതിക്കുന്ന ചില ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. അത് ആത്മമണ്ഡലത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്ന കാര്യമാണ്. ജീവിതങ്ങൾ ഒന്ന് വിടുവിക്കപ്പെടുന്ന കാണാൻ ദൈവസഭയ്ക്കെതിരെ, ദൈവരാജ്യത്തിനെതിരെ, ആത്മാക്കളുടെ വിടുതലിനെതിരെ ഉയർന്നു നിന്ന് വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ ശക്തികൾ ഒന്ന് നിലംപരിയായി കാണാൻ ആഗ്രഹിക്കുന്ന ചിലർ ഈ ദേശത്തുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിന്റെ മറുപടിയുടെ സമയമായി. 4 ഒരുക്കങ്ങൾ ഇതിനകത്ത് ഉണ്ട് പ്രിയരെ. 4 ഒരുക്കങ്ങൾ. 1, 4-ാമത്തെ വാക്യം, 22-ാം അധ്യായം 4-ാം വാക്യം. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർത്തു. എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. കല്യാണത്തിന് വരുവനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. 1 എല്ലാം ഒരുക്കി വച്ചിട്ട് വിളിച്ചവൻ. ദൈവരാജ്യം ക്ഷണം ദൈവരാജ്യത്തിലേക്കാണെങ്കിൽ ഏതൊരു പാപിക്കും ദൈവരാജ്യത്തിലേക്ക് വന്ന് കയറാൻ എല്ലാം ഒരുക്കി വച്ചിട്ട് വിളിക്കുന്ന ഒരു രക്ഷകൻ, ഒരു ദൈവം ആകാശത്തിന് കീഴിൽ ഈ ഭൂപരപ്പിൽ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ
ആ ദൈവത്തിൻ്റെ പേര്, ആ രക്ഷകന്റെ പേര് ഞാൻ ഉറക്കെ 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 പ്രഖ്യാപിക്കും. യേശു. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ. അത് പറഞ്ഞപ്പോൾ തന്നെ വിശദീകരണത്തിലേക്ക് കയറാൻ എൻ്റെ ആകം വെമ്പൽ കൊള്ളുന്നുണ്ട്. എങ്കിൽ ഈ 4 ഒരുക്കത്തിൻ്റെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 2, 5, 6, 7 വാക്യങ്ങൾ. രണ്ടാമത്തേത്, അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് മതി. താങ്ക് യു പാസ്റ്റർ. 2, വരുവാൻ മനസ്സില്ലാത്തതിനാൽ ഒരുങ്ങാത്തവർ. അതിനകത്ത് തന്നെ 4 കാറ്റഗറി ഉണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ വരാം. 3, 11, 12 വാക്യം. 11, 12. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. 3, വന്നിട്ടും ഒരുങ്ങാത്തവൻ. 4, 14 വാക്യം. 14, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. 4, വന്ന ശേഷം ഒരുങ്ങിയവർ. ഇന്ന് രാത്രി നിങ്ങളോട് ഈ ദൂത് പറയാൻ എനിക്ക് വളരെ ആത്മാവിൽ നിയോഗമുണ്ട്. നമുക്ക് ആ 4 പേര് മടിയില്ലാത്തവർ എന്നോട് ചേർന്ന് ഒന്ന് പറയാമോ? കുറഞ്ഞപക്ഷം ഇത്രയും ഒരു നല്ല അന്തരീക്ഷം ദൈവം നമുക്ക് ഒരുക്കി തന്ന് ഇതിൻ്റെ ചുറ്റും നല്ല മഴ പെയ്യുമ്പോൾ നല്ല അന്തരീക്ഷം ഒരുക്കി തന്ന ദൈവത്തിന് ഒരു സന്തോഷമാകട്ടെ. ആ 4 പേരുകൾ എന്നോട് ചേർന്ന് ഒന്ന് പറയാമോ? മത്തായി 22 വായിക്കുമ്പം നിങ്ങൾ കുറഞ്ഞപക്ഷം ഇതിനകത്ത് ഈ 4 കൂട്ടരെ ഒന്ന് ഓർക്കണം. 1, എല്ലാം ഒരുക്കി വെച്ചിട്ട് വിളിച്ചവൻ. ഒന്ന് ചേർന്ന് പറയാമോ? എല്ലാം ഒരുക്കി വെച്ചിട്ട് വിളിച്ചവൻ. 2, വരുവാൻ മനസ്സില്ലാത്തതിനാൽ ഒരുങ്ങാത്തവർ. ഒന്ന് പറഞ്ഞേ, വരുവാൻ മനസ്സില്ലാത്തതിനാൽ ഒരുങ്ങാത്തവർ. 3, വന്നിട്ടും ഒരുങ്ങാത്തവർ. ഒന്ന് പറഞ്ഞേ, വന്നിട്ടും ഒരുങ്ങാത്തവർ. 4, വന്ന ശേഷം കൃപയാൽ വന്ന ശേഷം ഒരുങ്ങിയവർ. ഒന്ന് പറഞ്ഞേ, വന്ന ശേഷം ഒരുങ്ങിയവർ. ക്ഷണം ദൈവരാജ്യത്തിലേക്കാണെങ്കിൽ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ പ്രതികരണം ഈ 4 നിലകളിലാണ്. പ്രതികരണം 1, എല്ലാം ഒരുക്കി വച്ചിട്ട് വിളിച്ചവൻ. ഭൂമിയുടെ മുകളിൽ ഇതുപോലെ ഭാഗ്യം ലഭിച്ച ഒരു ജനത ഏതു മനുഷ്യനും ഏതു ജീവിതത്തിൻ്റെ വഴിത്തലയ്ക്കൽ അകപ്പെട്ടു പോയവനും ജീവിതം തകർന്നു പോയവനും പാപത്തിൽ വീണുപോയവനും ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാത്തവനും ഏതു മനുഷ്യനെയും അവൻ കിടക്കുന്ന പുറം പറമ്പിൽ നിന്ന് പാപക്കുഴിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ദൈവരാജ്യത്തിൽ അവനെയും പന്തി ഭോജനത്തിന് ഇരുത്തേണ്ടതിന് ഒരു പാപിയായ മനുഷ്യന് വേണ്ടി എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ഒരുക്കി വെച്ച് മനുഷ്യനെ വിളിക്കുന്ന ഒരു ദൈവം യേശു ക്രിസ്തു. നിങ്ങളുടെ സന്തോഷം പോരാ,
ദൈവമെന്ന് പേർ പറയപ്പെട്ടവരും ഇതുപോലൊരു ദൈവം ആരുണ്ട്? ആരുണ്ട് ഇവിടെ? 142 കോടി ജനങ്ങൾ ഉള്ള ഈ രാജ്യത്ത് 2300 ജാതികളുള്ള ഈ രാജ്യത്ത് 25,000-ത്തിലധികം ഉപജാതികളുള്ള ഈ രാജ്യത്ത് ദൈവത്തിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത ദൈവങ്ങളുള്ള ഈ മണ്ണിൽ പാപിയായ മനുഷ്യനെ നിത്യതയിലെത്തിക്കാൻ അവനു വേണ്ടിയുള്ളത് ഒരുക്കി വെച്ചത് ആരുണ്ട്? ആരുണ്ട് ഇവിടെ? ആരുണ്ട്? എന്റെ യേശുവല്ലാതെ ആരുണ്ട്? ഇവിടെ മതങ്ങളും ക്രിസ്തുവിൻ്റെ മാർഗവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് മനസ്സിലാക്കണം. റിലീജിയൻ ഈസ് മാൻസ് ഇനിഷ്യേറ്റീവ് ടു സെർച്ച് ഓഫ് ഗോഡ്, whereas Christianity is God's initiative to search of man. ദൈവത്തെ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയാണ് മതങ്ങൾ എന്നിരിക്കെ, ലോക ചരിത്രത്തിൽ മനുഷ്യനെ തേടിയുള്ള ദൈവത്തിൻ്റെ യാത്ര പറയുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ, ക്രിസ്തു മാർഗം. രണ്ടാമതുണ്ടോ? ഉണ്ടോ? ഉണ്ടേ പറ. നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങളെ ഈ മലപ്പുറത്ത് ദൈവവേല ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഈ സൗണ്ട് പെർമിറ്റ് ഒന്നും ഒരു പേടിയില്ലാത്ത ആൾക്കാരാണ്. ദയവ് ക്ഷമിക്കണം. ഞങ്ങൾക്ക് പെർമിറ്റ് തന്നില്ലെങ്കിൽ പെർമിറ്റ് തരാത്ത മൈക്ക് കയ്യിലെടുത്ത് പെർമിറ്റ് തരാത്തവർ അവിടെ പോയി പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. അതാണ് ചെയ്യുന്നത്. ആരുണ്ട്? ആരുണ്ട്? മനുഷ്യനെ തേടി ഇറങ്ങി വന്നു പറയാൻ. അതുകൊണ്ട് പുസ്തകം പറയുന്നേ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ നാം പണക്കാരനാകാനല്ല, വലിയ വീട് കിട്ടാനല്ല, വലിയ വണ്ടി മേടിക്കാനല്ല, പക്ഷേ നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവെന്നുള്ള ഏക നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല. ഇത് പറയാൻ ചങ്ങല ധരിക്കണമെങ്കിൽ, ദുഷ്പ്രവർത്തിക്കാരൻ എന്ന നിലയിൽ ചങ്ങല ധരിക്കണമെങ്കിൽ ചങ്ങല ധരിച്ചുകൊണ്ട് പറയും. ചങ്ങല ധരിച്ചുകൊണ്ട് പറയും. അതൊന്നും നമുക്ക് പേടിയില്ല. മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? ആകാശത്തിൻ്റെ കീഴിൽ എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ. നിന്റെ ജീവിതം തകർന്നു പോകേണ്ട. ഇത് രാത്രി എൻ്റെ കേൾവിക്കാരിൽ ഒരാളെങ്കിലും ഈ ദേശത്ത് ജീവിതത്തിൽ തകർച്ച അനുഭവിച്ച് നൊമ്പരങ്ങൾ, തകർച്ചകൾ, ദുഃഖങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ജീവിത നിരാശകൾ, ഒരേ ഒരു ജീവിതം തകർന്നു പോയി എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ദേശത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി താങ്കളോട് പറയുന്നു, ജീവിതം തകർന്നു പോയെന്ന് ഒരിക്കലും പറയരുത്. ഒരു യേശു ഉള്ളിടത്തോളം കാലം നിന്റെ മുമ്പിൽ പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. നിന്റെ വിടുതലിന് വേണ്ടിയുള്ളത് ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് ദൈവരാജ്യമാണ്. ഇവിടെയും പറയുന്നത് ദൈവരാജ്യമാണ്. പക്ഷേ കല്യാണത്തിന് സദ്യ ഒരുക്കിയതിലൂടെയാണ് പറഞ്ഞത്. അതുപോലെ ഇന്ന് രാത്രി ദൈവം എനിക്ക് തന്ന സന്ദേശത്തിൻ്റെ കാതലായ ദൂത് ദൈവരാജ്യമാണെങ്കിലും എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ.
എന്നൊരു ദൈവശബ്ദത്തിൽ നിന്നുകൊണ്ട് എൻ്റെ മാന്യ കേൾവിക്കാരോട് ഞാൻ പറയുന്നു, നിന്റെ സൗഖ്യം ഒരുങ്ങിയിരിക്കുന്നു. വൈദ്യൻ കൈവിട്ടവരുണ്ടോ? നിന്റെ സൗഖ്യം ഒരുങ്ങിയിരിക്കുന്നു. ഡോക്ടർ കൈവിട്ടവരുണ്ടോ? കുടുംബക്കാർ കൈവിട്ടവരുണ്ടോ? സമൂഹം കൈവിട്ടവരുണ്ടോ? നിന്റെ വിടുതൽ ഒരുങ്ങിയിരിക്കുന്നു. എന്താ ഇത്ര ഉറപ്പ്? എന്താ ഇത്ര ഉറപ്പ്? ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പേ നാട്ടുകാർ, വീട്ടുകാർ, കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ സകലരാലും കൈവിടപ്പെട്ട് ജീവിതത്തിൻ്റെ പെരുവഴിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ യേശു വന്നു കണ്ടു. യേശുവിനെ തേടിപ്പോയതല്ല, യേശു വന്നു കണ്ടു എന്ന ഒറ്റ കാരണത്താൽ ജീവിതത്തിൻ്റെ തകർച്ച മാറി, പരാജയങ്ങൾ മാറി, ശൂന്യത മാറി. ഇന്ന് രാത്രി ഈ സ്റ്റേജിൽ നിന്ന് നിങ്ങളോട് ഈ സുവിശേഷം വിളിച്ചു പറയുമെങ്കിൽ ജീവിതാനുഭവത്തിൽ ഞാൻ പറയുന്നു, നിന്റെ വിടുതൽ ഒരുങ്ങിയിരിക്കുന്നു. വിഷം തേടി പോകണ്ട, കയർ അന്വേഷിക്കണ്ട, നാട് വിട്ടുപോകണ്ട. ഇന്ന് രാത്രി യേശുവിന്റെ സ്വരം, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ലോകത്തിലെ ഒരു മതങ്ങൾക്കും യേശുവിൻ്റെ മാർഗത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിൻ്റെ സുപ്രധാന കാരണം, മതങ്ങൾ മനുഷ്യനോട് ഒരുക്കുവാൻ പറയുമ്പോൾ നിന്റെ രക്ഷയ്ക്കുള്ളത്, നിന്റെ മോക്ഷത്തിനുള്ളത്, നിന്റെ ഭാവിക്കുള്ളത് നീ ഒരുക്കാൻ പറയുമ്പോൾ നിന്റെ രക്ഷയ്ക്കുള്ളത്, നിന്റെ മോചനത്തിനുള്ളത് ഒരുക്കിയിരിക്കുന്നു, വരുവീൻ എന്ന് പറഞ്ഞ ഏക കർത്താവ് യേശുവാകയാൽ ഇതിനെ തോൽപ്പിക്കാൻ ലോകത്തിലൊരു ശക്തികൾക്കും കഴിയത്തില്ല. അഭിമാനത്തോടെ വേണം ഈ നാമത്തിന് വേണ്ടി നിൽക്കാൻ. അഭിമാനത്തോടുകൂടെ നിൽക്കണം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് യേശു പറഞ്ഞത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാക്ഷി എന്ന പദം മാർട്ടിയർ എന്ന പദമാണ്. നിങ്ങൾ എൻ്റെ രക്തസാക്ഷിയാകുമെന്ന് മനസ്സിലാകുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ഭൂമിയുടെ അറ്റത്തോളം ഈ നാമത്തിനു വേണ്ടി രക്തസാക്ഷിയാകുമെന്നാണ്. സ്തോത്രം. ഒന്ന് പേടിയില്ലാതൊന്ന് സ്തോത്രം ചെയ്തേ. ചില പറയുന്നത് അതുകൊണ്ടല്ലേ ഞങ്ങൾ പാസ്റ്ററെ ഒതുങ്ങിക്കൂടി പോകുന്നതെന്ന്. ഒതുങ്ങിക്കൂടുന്ന കാലമൊക്കെ കഴിയാൻ പോകുന്നു കേട്ടോ. ശരി, ക്ഷണം ദൈവരാജ്യത്തിലേക്കാണെങ്കിൽ വഴിത്തലയ്ക്കൽ കാണുന്ന ദുഷ്ടന്മാരെയും നീശരെയും പാപികളെയും വിളിച്ച് ഈ ദൈവരാജ്യത്തിൽ പന്തിയിൽ ഇരുത്തണമെങ്കിൽ ഈ രാജാവ് ഒരുക്കിയത് എന്തൊക്കെയാണ്? എനിക്കവിടെ ഒരുക്കിയ കാര്യം മാത്രം നിത്യതയോടുള്ള ബന്ധത്തിൽ എണ്ണമിട്ട് പറയാൻ ഒരു 7 എണ്ണമുണ്ട്. എന്താണ് ഒരുക്കി വെച്ചിട്ട് വിളിച്ചത്? ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 31-32 വാക്യങ്ങൾ. ലൂക്കോസ്, ഈ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. വഴിയിൽ കിടക്കുന്ന ദുഷ്ടന്മാരെയും പാപികളെയൊക്കെ പോയി ക്ഷണിക്കാൻ
പറഞ്ഞതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? സകല ജാതികൾക്കും രക്ഷ ഒരുക്കി വെച്ചിട്ടാണ് ദൈവരാജ്യത്തിൻ്റെ പന്തിയിലിരിക്കാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പന്തിയിലിരിക്കാൻ ഈ രാജാവ് ഒരുക്കിയത് ഒന്ന്, രക്ഷ ഒരുക്കി തന്നു. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. രക്ഷ ഒരുക്കി തന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അതല്ലേ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ സ്തുതിച്ചത്? ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, എന്നോട് ചേർന്ന് പഠിക്കേ, ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ, ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ, രക്ഷ ഒരുക്കി വെച്ചിട്ട് വിളിച്ചു. ഇതിനകത്ത് രക്ഷ തേടിപ്പോകുന്ന മാർഗമല്ലിത്. ഒരുക്കി വച്ച രക്ഷ ക്ഷണം സ്വീകരിച്ച് സന്തോഷത്തോടെ വന്ന് കൈക്കൊള്ളുന്ന മാർഗമാണ്. സകല ജാതികൾക്കും നീ ഒരുക്കിയ നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. എന്താ നമ്മുടെ ഭാഗ്യം പ്രിയരെ! വാർദ്ധക്യത്തിലുള്ള ശിമ്യോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശു കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് പറയുന്ന വാക്കാണിത്. സകല ജാതികൾക്കും വേണ്ടി നീ ഒരുക്കിയ നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഏതാണ് ഈ ശിശു? ഏതാണ് ഈ ശിശു? യെശയ്യാവ് 9:6 അവിടെ കാണുന്ന വീരനാം ദൈവം. യോഹന്നാൻ 1:1 ആദി മുതൽ ഉള്ള ദൈവം. കൊലോസ്യർ 1:17 സർവത്തിനും മുമ്പേയുള്ള ദൈവം. റോമർ 9:5 സകലത്തിനും മീതെയുള്ള ദൈവം. തീത്തോസ് 2:12 മഹാദൈവം. എബ്രായർ 1:8 പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ട ദൈവം. കൊലോസ്യർ 1:19 സർവ സമ്പൂർണനായ ദൈവം. 1 യോഹന്നാൻ 5:20 സത്യ ദൈവം. 1 കൊരിന്ത്യർ 2:8 തേജസ്സിന്റെ കർത്താവ്. വെളിപ്പാട് 1:17 ആദ്യനും അന്ത്യനും. വെളിപ്പാട് 22:13 ആൽഫയും ഒമേഗയും. മത്തായി 1:21 കൂടെയുള്ള ദൈവം. കൊലോസ്യർ 1:16 സകലത്തെയും സൃഷ്ടിച്ച ദൈവം. എബ്രായർ 1:3 സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ദൈവം. വഹിക്കുന്ന ദൈവം. ഈ ദൈവം 80 മുകളിൽ പ്രായമുള്ള ഒരു വൃദ്ധനായ ബലഹീന മനുഷ്യൻ്റെ ഇരു കരങ്ങളിൽ ഒതുങ്ങുന്ന നിലയിൽ ഒരു ശിശുവായി ഇപ്പോൾ വന്നിരിക്കുന്നു. ആ ശിശുവിനെ കണ്ടിട്ട് പറയുകയാണ്, സകല ജാതികൾക്ക് മുമ്പിൽ നീ ഒരുക്കിയ നിന്റെ രക്ഷ എൻ്റെ കണ്ണു കണ്ടു. ശിമ്യോൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യം കുറെ പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യം കുറെ ഓണം ഉണ്ടതല്ല. ക്രിസ്തുമസ് കേക്ക് മുറിച്ചതല്ല. പിള്ളേർ വിദേശത്ത് പോയതല്ല. എൻ്റെ ഭാഗ്യം ഇന്ന് രാത്രി വല്ലതും മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിച്ചോണം. എന്താണ് നമ്മുടെ ഭാഗ്യം? സകല ജാതികൾക്ക് മുമ്പിൽ നീ ഒരുക്കിയ നിന്റെ രക്ഷ എൻ്റെ കണ്ണു കണ്ടു. അതെന്തിനാ ഈ മഹാദൈവം ഇങ്ങനെ ഒരു ശിശുവായി ഇറങ്ങി വന്നത്? എന്തിനാ വന്നേ? 1-2 കാര്യം ഒന്ന് തൊട്ട് പറയാം. എബ്രായ ലേഖനം 10:4 ദയവായി ഒന്ന് വായിക്കാമോ പാസ്റ്ററെ? എബ്രായ ലേഖനം 10
4-ാമത്തെ വാക്യം. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആഹാ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കാൻ കഴിവുള്ളതല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു പ്രയത്നത്താലും പാപത്തെ നീക്കിക്കളയാൻ കഴിയത്തില്ല. കാരണം ഒന്ന്, രണ്ടാം കാരണം 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. ദയവായി വായിക്കാമോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായകൊണ്ട്. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായകൊണ്ട്. ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം മനുഷ്യന്റെ പരിമിതിയെ പറയുന്നു. എന്താണെന്നറിയാമോ? മനുഷ്യന് അവന്റെ ജ്ഞാനത്താൽ ആകാശത്തിനു മീതെ കയറാം, ആഴിയുടെ ആഴത്തിലെത്താം, തുരങ്കം സൃഷ്ടിച്ചവന് യാത്ര ചെയ്യാം, ശബ്ദത്തെക്കാൾ വേഗത്തിൽ അവന് സഞ്ചരിക്കാം. പക്ഷേ മനുഷ്യന് എത്ര ജ്ഞാനം വർദ്ധിച്ചാലും അവൻ്റെ ജ്ഞാനം കൊണ്ട് അവനെ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു ഇടമുണ്ടെങ്കിൽ അതിൻ്റെ പേര് ദൈവം. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം ഗ്രഹിച്ച കാര്യമാണ് മനുഷ്യന്റെ ജ്ഞാനത്താൽ അവൻ ഒരിക്കലും എന്നിൽ എത്തുകയില്ല. എല്ലാ ജ്ഞാനവാദികളോടും പഴയ നോസ്റ്റിസിസത്തിന്റെ പുതിയ വേർഷനുകളോടും യുക്തിവാദികളോടും എല്ലാവരോടും ഞങ്ങൾക്ക് പറയാൻ ഒന്നുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ദൈവം പറയുന്നൊരു കാര്യം, മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് അവന് ദൈവത്തിലെത്താൻ പറ്റത്തില്ല. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്ന്, മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തിൽ എത്തത്തില്ല. 2, അവൻ്റെ കർമ്മം കൊണ്ടും എത്തത്തില്ല. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? എബ്രായ ലേഖനം 10-ാം അധ്യായം 5-ാമത്തെ വാക്യം ദയവായി ഒന്ന് വായിക്കാമോ പാസ്റ്ററെ? ആകയാൽ ലോകത്തിലേക്ക് വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, നമ്മൾ ഇന്ന് രാത്രി കേൾക്കുന്ന സന്ദേശം എന്താ? എല്ലാം ഒരുക്കിയിരിക്കുന്നു, വരുവീൻ. രക്ഷയൊരുക്കുവാൻ ദൈവം എന്ത് ഒരുക്കി എന്നാ പറഞ്ഞു വരുന്നേ? യേശു കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് ശിമ്യോൻ പറയുന്നു, സകല ജാതികൾക്കും നീ ഒരുക്കിയ നിന്റെ രക്ഷ എൻ്റെ കണ്ടുകൊണ്ടു ഈ ശരീരത്തെ എടുത്തുകൊണ്ടാ പറഞ്ഞേ. മനസ്സിലായോ? ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് പാപത്തെ മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ ജ്ഞാനത്താലും കർമ്മമാർഗത്താലും ദൈവത്തിലെത്താൻ കഴിയാതെ വന്നപ്പോൾ ദൈവം തന്നെ ഒരു ശരീരം ഒരുക്കി. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. സത്യയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ദൈവം തന്നെ ഒരു ശരീരം ഒരുക്കിയപ്പോൾ തേജസ്സിന്റെ കർത്താവ്, നിത്യത്വവും ആളത്വവും ദൈവത്വവും പുരാതനത്വവും ഒരുപോലെ വഹിക്കുന്നവൻ സാക്ഷാൽ ദൈവം തന്നെ ജഡാവതാരം എടുത്തുകൊണ്ട് യാഗത്തിനായി ഒരുക്കപ്പെട്ടൊരു ദൈവ കുഞ്ഞാടായി
ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നാം തിരുവഴുത്തിൽ ഇവിടെ കാണുന്നത്. മനുഷ്യന്റെ പാപങ്ങൾക്ക് മോചനം വരുത്തുവാൻ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കന്മാരുടെയും രക്തത്തിന് കഴിയാതെ പോയപ്പോൾ അതിന് കഴിയുന്ന പുണ്യാഹരത്വമായി ഒരുക്കപ്പെട്ട ശരീരമായി നിങ്ങൾക്കും എനിക്കും വേണ്ടി പാപങ്ങളെ ചുമന്നൊഴിച്ച് ഗോൽഗോഥായുടെ കുന്നിൽ മൂന്നാണികളിൽ നമുക്ക് വേണ്ടി പാപയാഗമാകേണ്ടതിന് സ്വർഗത്തിന്റെ മഹത്വം വിട്ട് ഒരുവൻ ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. സകല ജാതികൾക്കും ഒരുക്കിയ നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിടെ നിന്ന് അതൊക്കെ എനിക്ക് കുറച്ചുകൂടെ തെളിയിച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. എങ്കിലും സമയത്തിൻ്റെ പരിധി കൊണ്ടും വിസ്താരഭയത്താൽ ഞാൻ ആ ഭാഗങ്ങളെ വേഗത്തിൽ ഒന്ന് വിട്ടുകളയുകയാണ്. എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ മനുഷ്യനെ തേടി ദൈവം വരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് തോട്ടത്തിലാക്കിയിട്ട്, ഇതൊക്കെ വാക്യപ്രതി വാക്യം വായിച്ച് വിശദീകരിക്കേണ്ടതാണ്. അവനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനോട് ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിൻ്റെ ഫലവും നിനക്ക് തിന്നാം, പക്ഷേ അതിൻ്റെ നടുവിലുള്ള നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷേ പിന്നത്തെ നാം കാണുന്നു, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു, അവൻ തിന്നു, അവൻ മരിച്ചു. ഒരു ചോദ്യമുണ്ട്, ദൈവം അങ്ങനെ ചെയ്തത് ശരിയാണോ? ദൈവം തൻ്റെ നീതിയിലാണ് നന്മ തിന്മകളുടെ ഒരു അറിവിൻ്റെ വൃക്ഷഫലം അവിടെ വെച്ചത്. ദൈവത്തിൻ്റെ നീതിയാണ്. അത് തിന്നരുത് എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതിൻ്റെ കാരണം, ഒരു മനുഷ്യനെയും നിർബന്ധിച്ച് ദൈവത്തെ സേവിക്കണമെന്ന് ശഠിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിനക്ക് ബന്ധമുള്ളത് ദൈവത്തോടാണ്. നാളെ നിനക്ക് ദൈവമായുള്ള ബന്ധം നിനക്ക് ഭാരം എന്ന് തോന്നിയാൽ നിനക്ക് ആ ബന്ധം ഉപേക്ഷിക്കാൻ ഒരു വഴി വച്ചിരിക്കുക. അവിടെ മരണം എന്ന പദം അർത്ഥമാക്കുന്നത് വേർപാട് എന്ന ആശയമാണ്. മരണം സമം വേർപാട്, മരണം വേർപാട്. ദൈവമായുള്ള ബന്ധം നിനക്ക് ഭാരമെന്ന് തോന്നിയാൽ നിനക്കത് വേർപെടുത്താം. നിനക്ക് വന്ന് ഈ ഫലം ഭക്ഷിക്കാം, നിനക്കത് വേർപെടുത്താം. പിന്നെ ദൈവവുമായി നിനക്ക് ബന്ധമുണ്ടാകുകയില്ല. മനുഷ്യനെ നിർബന്ധിച്ച് അടിമയാക്കാത്ത ദൈവം, അവന് തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം വേണമെന്ന് അവൻ്റെ നീതിയിൽ ആഗ്രഹിച്ച ദൈവം, പക്ഷേ ബന്ധത്തിൽ തുടരാൻ മനുഷ്യൻ ആഗ്രഹിച്ചെങ്കിലും സാത്താൻ, പാമ്പ് ഹവ്വയെ ഉപായത്താൽ ചതിച്ചു. ദൈവ തേജസ് അവനെ വിട്ടുമാറി. ദൈവ തേജസ് അവനെ വിട്ടുമാറി. അവൻ നഗ്നനെന്ന് ആദ്യമായി അവൻ തിരിച്ചറിഞ്ഞു. അവൻ ഒളിക്കുവാൻ ഒരിടം നോക്കി. ഒളിക്കുവാൻ ഒരിടം അവന് കിട്ടിയില്ല. നിങ്ങളോടൊരു യാഥാർത്ഥ്യം ഞാൻ പറയാം. ഏദനിൽ എല്ലാം ഉണ്ടായിരുന്നു, ഒന്നു മാത്രം ഏദനിൽ ഇല്ലായിരുന്നു. ഒരു കാര്യം ഏദനിൽ ഇല്ലായിരുന്നു, ഏദനിൽ ഒരു വീട് ഇല്ലായിരുന്നു. ശ്രദ്ധിച്ച് കേട്ടോളം, ഏദനിൽ വീട് മാത്രമില്ലായിരുന്നു. കാരണം അവൻ്റെ തേജസ് വിട്ടുപോയപ്പോൾ അവനിരിക്കാൻ ഒരു ഇടം ഇല്ലാതെ പോയി. അവൻ്റെ വീട് എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ ബറേഷിത്ത് ബാറ എലോഹീം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്
ഹീബ്രു അക്ഷരത്തിലെ ആലേഫ് എന്ന വാക്കിലല്ല ബൈബിൾ ആരംഭിക്കുന്നത്. അടുത്ത അക്ഷരമായ ബെയ്ത്ത് എന്ന അക്ഷരത്തിലാണ് ആരംഭിക്കുന്നത്. ബെയ്ത്ത് എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം കൂടാരം അല്ലെങ്കിൽ വീട് എന്നാണ്. അതുകൊണ്ടാണ് നാം ബെയ്ത്തേൽ, ബെഥേൽ എന്നൊക്കെ പറയുന്നത്. ബെഥേൽ എന്ന് പറഞ്ഞാൽ ബെയ്ത്തേൽ, കൂടാരം. അവിടെ ഈ മനുഷ്യൻ്റെ കൂടാരം അവൻ്റെ മേൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു അവൻ്റെ ബെയ്ത്തേൽ, അവൻ്റെ കൂടാരം. പാപം ചെയ്തപ്പോൾ അവന് നഷ്ടപ്പെട്ടത് ഈ കൂടാരമാണ്, തേജസ് എന്ന കൂടാരമാണ്. അവൻ ഓടി ഒളിച്ചു. ശ്രദ്ധിക്കണം, പാപം അകത്ത് കയറിയപ്പോൾ അവന് മറയുവാൻ ഒരിടമില്ലാതിരുന്നു. അവനൊരു ഇടം കണ്ടെത്തി. പക്ഷേ ദൈവം തൻ്റെ കരുണയിൽ ഇറങ്ങി വന്നു. ഒരു യാഗമൃഗം അവിടെ അറുക്കപ്പെട്ടു. അതിൻ്റെ തോൽ കൊണ്ട് അവനെ അണിയിച്ചു. അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഈ പുറത്തു പോയ മനുഷ്യനെ തിരിച്ച് അകത്തേക്ക് കൊണ്ടുവരാൻ ദൈവം മനുഷ്യനുമായി നടത്തുന്ന ഇടപെടലാണ് പിന്നീട് കാണുന്ന ഈ മുഴു ബൈബിളും പറയുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആ പുറത്തുപോയ മനുഷ്യൻ, അവനെ അകത്തു കൊണ്ടുവരണം. ദൈവം കാലാകാലങ്ങളായി അവർക്ക് നിയമങ്ങൾ നൽകി, രാജാക്കന്മാർ നൽകി, പ്രവാചകന്മാർ നൽകി, ആലയങ്ങൾ നൽകി. പക്ഷേ ഇതിനാലൊന്നിനും അവൻ അകത്തേക്ക് വരാൻ കഴിയാതെ ഇരുന്നപ്പോൾ ഇതാ ദൈവം തന്നെ പാപജഡത്തിന്റെ സദൃശത്തിൽ ഇതാ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ശിമ്യോൻ അവിടെ പ്രഖ്യാപിക്കുന്നത്. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ആത്മനിറവോടുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഇത് രാത്രി ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം. ആകാശത്തിൻ്റെ കീഴിൽ രക്ഷ ഒരുക്കി വെച്ച് പാപിയായ മനുഷ്യനെ ക്ഷണിക്കുന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അതെൻ്റെ കർത്താവാണ്. ഇന്ന് രാത്രി ഈ യേശുവിനെ ഹൃദയം തുറന്ന് സ്വീകരിപ്പാൻ മനസ്സുണ്ടെങ്കിൽ ഒരുക്കപ്പെട്ട രക്ഷ ഇന്ന് രാത്രി നിങ്ങളുടേതായി മാറുകയാണ്, നിന്റെ സ്വന്തമായി മാറുകയാണ്. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം, ആത്മനിറവോടെ. അതുകൊണ്ടാണ് 1 Timotheus 3:16 ദ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നത്. ഞാൻ വേഗത്തിൽ അത് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ ഒരു കോമയിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു കോമയിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി സന്തോഷമുള്ള എത്ര ദൈവമക്കളുണ്ട്? ഇത്ര വലിയ രക്ഷയൊന്ന് കണ്ണാലെ കാണാൻ, അതൊന്ന് അനുഭവിപ്പാൻ. ഞാൻ അധ്വാനിച്ചതല്ല, ഞാൻ കാണിക്കയിട്ട് നേടിയതല്ല, ക്രൂശിൽ എനിക്ക് വേണ്ടി ഒരുക്കത്തന്ന രക്ഷയെ ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്നു. അതിൽ സന്തോഷമുള്ളവർ അക്കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നിത്യതയോടുള്ള ബന്ധത്തിൽ മാത്രം ഒരുക്കി തന്നത് 7 കാര്യങ്ങളുണ്ട്. രക്ഷയൊരുക്കി, രക്ഷയ്ക്കായി ഒരു ശരീരമൊരുക്കി, ഒരു വാസസ്ഥലമൊരുക്കി, പുതിയ യെരൂശലേം ഒരുക്കി, ഒരു നഗരമൊരുക്കി. ഇങ്ങനെ കിടക്കുക എല്ലാം ഒരുക്കിയിരിക്കുന്നു എന്നതിനകത്ത് ഒരുക്കി തന്നതിൻ്റെ വേദനാജനകമായി അതിനോട് ചേർന്ന് ഞാൻ അടുത്ത കുറിപ്പുകളിലൂടെ ഒന്ന് തൊട്ട് നിങ്ങളുടെ മനസാക്ഷിയുടെ വിചിന്തനത്തിനായി വിട്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. എനിക്ക് സമയം പാലിച്ചേ മതിയാവും. 2, വരാൻ മനസ്സില്ലാത്തതിനാൽ ഒരുങ്ങാത്തവർ. അതിൽ 4 കൂട്ടുകാരുണ്ട്. അത് 1, 4 മുതലുള്ള അധ്യായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കൂട്ടാക്കാത്തവർ, വില കൊടുക്കാത്തവർ, ഉപദ്രവിക്കുന്നവർ, കൊല്ലുന്നവർ. ഇവിടെയും ഈ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം നടക്കുമ്പോൾ ഒത്തിരി പേരെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ വരാൻ മനസ്സില്ലാത്തതിനാൽ ഒരുങ്ങാത്ത അനേകരുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം.
എന്താണ് സുവിശേഷത്തിന്റെ സന്ദേശമെന്ന് നാം തിരിച്ചറിയണം. ഇത് മതപ്രഭാഷണമല്ല. മറ്റൊരു മതത്തിനെതിരെ ക്രൈസ്തവ മതത്തിന്റെ ഒരു ഹെഡ് ക്വാർട്ടറിൽ നിന്ന് കരുതിക്കുട്ടി ഉണ്ടാക്കിയ ഒരു അജണ്ടയല്ല. ഇത് സകല മാനവജാതിക്കും ദൈവം ഒരുക്കിയ രക്ഷാ സന്ദേശമാണ്. ഇത് സത്വർത്തമാനമാണ്. ഇത് ജീവന്റെ വഴിയാണ്. ഇന്ന് രാത്രി വിലയുള്ളതിനെ വിലയുള്ളതായി കാണാൻ നാം തിരിച്ചറിയണം. പുറമേ കാണുന്ന ഈ ശരീരം കൊണ്ട് തീരുന്നതല്ല ജീവിതം. വിലമതിക്കാത്ത ഒരു ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാക്ഷിക്കുന്നു എന്നാണ് ഭക്തൻ പറയുന്നത്. ഇന്ന് രാത്രിയിലും ആ ദൈവത്തോട് ചേരാൻ കാക്ഷിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട എത്ര വിശുദ്ധന്മാരുണ്ട്. മടി കൂടാതെ ക്ഷണിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഒരു ക്ഷണം കൊണ്ടോ ഒരു പ്രാർത്ഥന കൊണ്ടോ എല്ലാം എപ്പോഴും നടക്കും എന്ന് ചിന്തിക്കരുത്. ചിലർ പുറത്തു വരണമെങ്കിൽ കാലങ്ങളെടുക്കും. സകലതും വിട്ടിറങ്ങുന്ന ഒരു അബ്രഹാമിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സകലതും വിട്ടിറങ്ങുന്ന ഒരു അബ്രഹാമിൻ്റെ പിൻപിൽ ഷേം മുതൽ നാഹോര്, തേരഹ്, അബ്രഹാം, ഷേമിൻ്റെ വലിയ വംശാവലിയിൽ നിന്ന് ദൈവത്തിൻ്റെ ഇടപെടൽ നിമിത്തം ഒരു കൊച്ചു പാർട്ട് അതിനകത്തുനിന്ന് വേർതിരിക്കപ്പെട്ടു. നാഹോറിൻ്റെ കാലം വന്നപ്പോൾ നാഹോര് പറഞ്ഞു തുടങ്ങി, പാസ്റ്റേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. നാഹോറിൻ്റെ കാലം വന്നപ്പോൾ ആ കുടുംബത്തിലെ ആത്മീയത അത്രയേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ, പരീക്ഷ വന്നാലൊന്ന് പ്രാർത്ഥിച്ചോണേ, പ്രയാസം വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചോണേ, അത്രയേ ഉള്ളൂ. ഇന്ന് രാത്രി നിങ്ങളോട് വെറുതെയാണെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ എന്നാൽ ഒരാൾ പറയുന്നെങ്കിൽ എഴുതി വെച്ചോ, ഒരു ദൈവപ്രവൃത്തിയുടെ ആരംഭമാണ്. ആ കുടുംബത്തിൽ നിന്ന് അബ്രഹാമിനെ പോലെ ഇന്നല്ലെങ്കിൽ നാളെ സകലതും വിട്ട് ദൈവത്തിന്റെ പുറകെ വരാൻ ഒരു തലമുറ എഴുന്നേൽക്കും. അതുകൊണ്ട് വെറുതെയാണെങ്കിലും പ്രാർത്ഥിച്ചോന്ന് ഒരാൾ പറഞ്ഞാൽ മടിക്കല് കേട്ടോ, പ്രാർത്ഥിച്ചോണം. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. തേരഹിൻ്റെ കാലം വന്നപ്പോൾ കുറച്ച് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് വരെ വരുന്നിടം വരെയായി. ഹാരാൻ വരെ വന്നു, അവിടെ കൊണ്ട് അവസാനിച്ചു. നിർത്തണ്ട കേട്ടോ. ഹാരാൻ വരെ വന്ന് കിടക്കുന്നവരുണ്ടെങ്കിലും സ്തോത്രം ചെയ്തോണം. അതിനകത്തുനിന്ന് ഒരബ്രഹാമിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു. എന്തിനായി പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ക്ഷണിക്കുമ്പോൾ കൂട്ടാക്കിയില്ലെങ്കിലും അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞാലും അതിനെ നിന്ദിച്ചു കളഞ്ഞാലും ഉപദ്രവിച്ചാലും മടിക്കരുത്. ക്ഷണിക്കാൻ നിയോഗം കിട്ടിയവൻ ക്ഷണിച്ചുകൊണ്ടിരുന്നോണം. നാളെ ഒരിക്കൽ ദേശക്കാരെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുകളഞ്ഞ് കാണിപ്പാനിരിക്കുന്ന ദേശത്തെ നോക്കി ഒരു തലമുറ ഈ ദേശത്തുനിന്ന് പുറത്തു വരും. വിശ്വസിക്കുന്നവർ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പുസ്തകം മടക്കി കേട്ടോ. ക്ഷണിക്കുന്നവർ മടിക്കരുത്, ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. 3, നമ്മളോടുള്ള ഒരു കൊച്ചു സന്ദേശം. വന്നിട്ടും ഒരുങ്ങാതെ പോയവർ. എനിക്കത് മാത്രം 1 മണിക്കൂർ പറയാൻ നിയോഗമുണ്ട്. എത്ര ദുഃഖകരമായൊരു സങ്കടകരമായൊരു കാര്യമല്ലേ വന്നിട്ടും ഒരുങ്ങാൻ കഴിയാതെ പോയവൻ. ഇന്ന് രാത്രി ഓർത്തോണം, അവനവൻ്റെ ഉടുപ്പിൽ നിൽക്കുന്ന ആർക്കും ദൈവരാജ്യ പ്രവേശനം ഉണ്ടാകത്തില്ല. മറന്നു പോകരുത്. പഴയ ആദാമിൻ്റെ മലിനമായ ഉടുപ്പിനെ വലിച്ചുരിഞ്ഞു കളഞ്ഞ് ദൈവകുഞ്ഞാടിന്റെ രക്തത്തിൽ മുക്കിയെടുത്ത നീതിയുടെ അങ്കി, രക്ഷയുടെ വസ്ത്രം ധരിക്കാത്ത ആർക്കും അകത്തു കയറാൻ പറ്റത്തില്ല. ഇതിനകത്ത് വന്നിട്ടും
സ്വന്തം ഐഡന്റിറ്റി സൂക്ഷിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ പ്രതിനിധിയാണ് ആ മനുഷ്യൻ. ശ്രദ്ധിച്ചോണം. അകത്ത് വന്നിട്ടും ഒരുങ്ങാൻ കഴിയാതെ പോകരുത്. ഇതെന്നും ഇങ്ങനെ പോകുമെന്ന് വിചാരിക്കരുത്. രാജാവ് വരും, രാജാവ് വരും എന്ന് ഉദ്ദേശിമാർ ഘോരഘോരം തൊണ്ടകീറി പ്രസംഗിക്കുമെന്ന് വിചാരിക്കരുത്. ഇതിനെല്ലാം ഒരവസാനമുണ്ട്. ഈ ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവർ ക്രൂശിനെ മാറ്റി നിർത്തി ഒരു ജീവിതം കൊതിക്കുമ്പോൾ എന്നും ഇതിങ്ങനെ പോകത്തില്ല. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അതുകൊണ്ട് ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളയണം. മനസ്സിലായോ? പഴയ ആദാമിൻ്റെ പ്രകൃതത്തെ ഉരിഞ്ഞു കളഞ്ഞോണം. അവനവൻ്റെ ഉടുപ്പിൽ നിന്നുകൊണ്ട് അതിൻ്റെ മീതെ ഇത് ധരിക്കാമെന്ന് വെച്ചാൽ പറ്റത്തില്ല. മനസ്സിലായോ? ഇതിനകത്തേക്ക് വന്നവർക്ക് ഒറ്റ നിറമേ ഉള്ളൂ, അത് ക്രിസ്തുവിൻ്റെ നിറമാണ്. മനസ്സിലാകുന്ന പറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇതിനകത്ത് വന്നവർക്ക് ഒറ്റ ഉടുപ്പേ ഉള്ളൂ, അത് കർത്താവ് കൊടുത്ത ഉടുപ്പാണ്. നമ്മെ ദൈവരാജ്യത്തിൽ പന്തി ഭോജനത്തിൽ ഇരുത്തുന്നത് ദൈവ കുഞ്ഞാടിന്റെ നീതിയുടെ അങ്കിയാണ്. വിസ്തരിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വിട്ടുകളയുന്നു. 4 വന്ന ശേഷം ഒരുങ്ങിയവർ. നമുക്കൊരു നിമിഷം പ്രാർത്ഥനയോടെ ദൈവത്തിന് എഴുന്നേറ്റേക്കാം. കൊയർ ഓൾസോ പ്ലീസ്. വന്ന ശേഷം ഒരുങ്ങിയവർ. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരോട് സന്ദേശം പറയുന്നു. വിശുദ്ധരായി വന്നവരാരുമില്ല, പൂർണ്ണരായി ഇതിനകത്ത് വന്നവരാരുമില്ല. പക്ഷേ കൃപയാൽ 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 ഓരോ വചന കേൾവിയും നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ആ ഒരുക്കത്തിൻ്റെ സന്ദേശമാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. വന്ന ശേഷം ഒരുങ്ങിയവർ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും, എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിലേക്ക് അടുത്തു വന്നപ്പോൾ ഒത്തിരി കുറവുകളുണ്ടായിരുന്നു, ഒത്തിരി വീഴ്ചകളുണ്ടായിരുന്നു, ഒത്തിരി പരാജയങ്ങളുണ്ടായിരുന്നു. ദൈവിക വശങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കൃപയാൽ 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 ഒത്തിരി മാറ്റം ദൈവം എനിക്ക് തന്നു എന്ന് പറയാനുള്ളവരാരുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ദൈവരാജ്യത്തിനായി അവൻ്റെ ആത്മാവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? ഉടകവന ശാന്തന രഗജ. ഇന്ന് രാത്രിയിലും ആത്മാവ് നിന്നെ ഒരുക്കുക. ദൈവവൈതലേ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മാറ്റിക്കളഞ്ഞ് മറുഭാഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത ന്യായവതിയാണ്. നീ ആരുമാകൊള്ളട്ടെ, യേശുവേ ഒന്ന് ഹൃദയം തോർത്ത് വിളിക്കാൻ പ്രിയരെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, സഹോദരി സഹോദര, പിതാവേ മാതാവേ, ഇന്ന് രാത്രി നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയാണ്.